സ്ഥിരമായ ഒരു വിലാസമില്ലാതെ വീടും കൂടെ കൂട്ടിയുള്ള ഒരു യാത്ര. അമേരിക്കയിലും കാനഡയിലും തരംഗമായ ടൈനി ഹൗസ് ഓൺ വീൽസ് എന്ന ലൈഫ് സ്റ്റൈൽ ഇന്ന് ലോകമെമ്പാടുമുള്ള മിനിമലിസ്റ്റ് ജീവിതം ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നമാണ്. എന്നാൽ വീടിന്റെ വലിപ്പം കുറയുമ്പോൾ വെല്ലുവിളികൾ കൂടുകയാണോ ചെയ്യുന്നത്? ടോയ്ലറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് മുതൽ റോഡ് നിയമങ്ങൾ വരെ ഈ ലൈഫ് സ്റ്റൈലിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും നമ്മൾ ഇന്ന് തുറന്നു കാട്ടുന്നു. 1990-കളിൽ തുടങ്ങിയതാണെങ്കിലും 2008-ലെ സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷമാണ് ടൈനി ഹൗസ് ഒരു വലിയ വിപ്ലവമായി മാറിയത്. ഭവനവായ്പകളുടെ കെണിയിൽ വീഴാൻ ആഗ്രഹിക്കാത്തവരും വീടുകൾ നഷ്ടപ്പെട്ടവരും ചിന്തിച്ചു, എന്തിനാണ് ഇത്ര വലിയ വീടുകൾ? ഇന്ന് അമേരിക്കയിലും കാനഡയിലുമെല്ലാം മിനിമലിസ്റ്റ് ജീവിതം ആഗ്രഹിക്കുന്നവരുടെ ഒന്നാം നമ്പർ ചോയ്സ് ഇതാണ്. ഇലോൺ മസ്കിനെ പോലുള്ളവർ പോലും ഇതിന്റെ ലളിതമായ ജീവിതശൈലിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിട്ടും അദ്ദേഹം താമസിക്കാൻ തിരഞ്ഞെടുത്തത് ബോക്സബിൾ എന്ന പേരുള്ള വളരെ ലളിതമായ ഒരു പ്രീഫാബ് വീടാണ്. കോടീശ്വരന്മാർ പോലും ഇത്തരം ചെറിയ വീടുകളിലേക്ക് ശ്രദ്ധ തിരിച്ചത് ഈ ലൈഫ് സ്റ്റൈലിന്റെ മൂല്യം ലോകത്തെ കാണിച്ചു തന്നു. ഇതൊരു സാധാരണ വീടല്ല, ഹെവി ഡ്യൂട്ടി ട്രെയിലറിന് മുകളിൽ പണിത എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. 400 ചതുരശ്ര അടിയിൽ താഴെ മാത്രം വലിപ്പം. യാത്രയിലെ കുലുക്കങ്ങൾ താങ്ങാൻ ഭാരം കുറഞ്ഞ സ്റ്റീൽ ഫ്രെയിമുകളും സ്പെഷ്യൽ ഇൻസുലേഷൻ പാനലുകളും ഇതിൽ ഉപയോഗിക്കുന്നു. അമേരിക്കയിലെ ഫോർഡ് F350 പോലുള്ള ട്രക്കുകൾ ഉപയോഗിച്ചാണ് ഇത് വലിച്ചു കൊണ്ടുപോകുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ഇരിക്കുന്നത് അപകടകരവും നിയമവിരുദ്ധവുമാണ്. എങ്കിലും നിങ്ങൾ എവിടെ പോകുന്നുവോ അവിടെ നിങ്ങളുടെ വീട് കൂടെ വരും എന്നതാണ് ഇതിന്റെ സൗന്ദര്യം. ഈ വീട് എവിടെ പാർക്ക് ചെയ്യും? വേസ്റ്റ് എന്ത് ചെയ്യും? ഇതിനായി വികസിത രാജ്യങ്ങളിൽ RV പാർക്കുകളുണ്ട്. ഇതൊരു ആഡംബര റിസോർട്ട് പോലെയാണ്. ഹൈസ്പീഡ് വൈഫൈ, ലോണ്ടറി റൂമുകൾ, നീന്തൽക്കുളങ്ങൾ, ബാർബിക്യൂ പിറ്റ്സ്, പിന്നെ വളർത്തുമൃഗങ്ങൾക്കായി ഡോഗ് പാർക്കുകൾ വരെ പലയിടത്തും കാണാം. ഇവിടെ നിങ്ങൾക്ക് ഹുക്കപ്പുകൾ ലഭിക്കും. ഇലക്ട്രിക്കൽ ആൻഡ് വാട്ടർ ഹുക്കപ്പ്, കറണ്ടും ശുദ്ധജലവും നേരിട്ട് വീട്ടിലേക്ക്. ഡ്രെയിനേജ് ഹുക്കപ്പ്, വീട്ടിലെ വേസ്റ്റ് പൈപ്പ് വഴി നേരിട്ട് പാർക്കിലെ സീവേജ് സിസ്റ്റത്തിലേക്ക്. യാത്രയിലാണെങ്കിൽ ഹൈവേകൾക്ക് അടുത്തുള്ള ഡംപ് സ്റ്റേഷനുകൾ ഉപയോഗിച്ച് നിയമപരമായി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം. വൈദ്യുതിക്കായി സോളാർ പാനലുകളും ടോയ്ലറ്റിനായി കമ്പോസ്റ്റിംഗ് സംവിധാനവുമാണ് മിക്കവരും ഉപയോഗിക്കുന്നത്. ഇനി പലരും ചോദിക്കാറുണ്ട്, ഈ വീടിന് ടാക്സ് അടയ്ക്കണോ എന്ന്. ഉത്തരം ലളിതമാണ്. ഇതിന് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. വാഹനമായി കണ്ടാൽ വാഹനങ്ങൾക്ക് നൽകേണ്ട രജിസ്ട്രേഷനും വാർഷിക നികുതിയും അടയ്ക്കേണ്ടി വരും. പ്രോപ്പർട്ടിയായി കണ്ടാൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി വെക്കുകയാണെങ്കിൽ ചിലയിടങ്ങളിൽ ഇതിനെ അഡീഷണൽ ഡ്യൂ ബില്ലിംഗ് ആയി കണക്കാക്കി പ്രോപ്പർട്ടി ടാക്സ് ഈടാക്കാറുണ്ട്. ഏതായാലും ഒരു വലിയ വീടിന് കൊടുക്കേണ്ട ഭീമമായ തുകയേക്കാൾ വളരെ കുറവായിരിക്കും ടൈനി ഹൗസിനായുള്ള ഈ നികുതികൾ. ഇനി പലരും ചോദിക്കുന്ന ചോദ്യം, ഈ കൊച്ചു വീട്ടിൽ താമസിച്ചുകൊണ്ട് എങ്ങനെ ജോലി ചെയ്യാം? കുട്ടികളുടെ കാര്യമോ? ഇവർ മിക്കവാറും നോമാഡ്സ് ആണ്. IT വിദഗ്ധർ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഫ്രീലാൻസ് ഡിസൈനേഴ്സ് തുടങ്ങിയവർക്ക് ഇന്റർനെറ്റ് മാത്രം മതിയാകും. ലോകത്തിന്റെ ഏത് മൂലയിലും ഇവർക്ക് ഓഫീസാണ്. ഇനി മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കാം. ലോകം ചുറ്റിക്കറങ്ങുന്നത് കൊണ്ട് പലരും വേൾഡ് സ്കൂൾ എന്ന രീതിയാണ് പിന്തുടരുന്നത്. അതായത് സ്കൂൾ കെട്ടിടത്തിലിരുന്ന് പഠിക്കുന്നതിന് പകരം യാത്രകളിലൂടെയും അനുഭവങ്ങളിലൂടെയും പുതിയ കാര്യങ്ങൾ പഠിക്കുക. പാഠപുസ്തകത്തെക്കാൾ കൂടുതൽ അവർ ലോകത്തെ നേരിട്ട് കണ്ട് പഠിക്കുന്നു. കൂടാതെ ലോകത്ത് എവിടെ നിന്നും പഠിക്കാവുന്ന ഓൺലൈൻ സ്കൂളിംഗ് സംവിധാനങ്ങളും ഇവർ ആശ്രയിക്കാറുണ്ട്. ചുരുക്കത്തിൽ വിദ്യാഭ്യാസമോ ജോലിയോ ഈ ജീവിതത്തിന് ഒരു തടസ്സമല്ല, മറിച്ച് അതൊരു പുതിയ പാഠപുസ്തകമാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് വലിയൊരു മാറ്റമായില്ല? അമേരിക്കയിൽ പോലെ ടയറുകൾ ഘടിപ്പിച്ച് റോഡിലൂടെ വീട് ഓടിച്ചുകൊണ്ട് പോകുന്ന ടൈനി ഹൗസ് ഓൺ വീൽസ് ഇന്ത്യയിൽ നിലവിൽ പ്രായോഗികമല്ല. നമ്മുടെ റോഡുകളുടെ വീതിയും പാലങ്ങളുടെ ഉയരവും നിയമങ്ങളും ഇതിന് വലിയ തടസ്സമാണ്. അതിനാൽ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ചക്രങ്ങളില്ലാത്ത ഒരിടത്ത് ഉറപ്പിച്ചു വെച്ച മോഡലുകളാണ്. ഹിമാചൽ, ലഡാക്ക്, വയനാട്, ഇടുക്കി പോലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ ഗ്ലാമ്പിംഗ് ട്രെൻഡിംഗ് ഭാഗമായി ഇത്തരം ടൈനി ഹൗസുകൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിലും കാനഡയിലും ഭവനവിലയും ലോൺ ഭാരവും കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ ആശയം ഇന്ത്യയിൽ വരണമെങ്കിൽ നിയമങ്ങളിൽ വലിയ മാറ്റം വരണം. എങ്കിലും പ്രകൃതിയോട് ചേർന്ന് ലോണില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച സ്വപ്നമാണ്. ഇത്തരമൊരു ടൈനി ഹൗസിൽ താമസിക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചാൽ നിങ്ങൾ പോകുമോ? അതോ വലിയ വീട് തന്നെയാണോ നിങ്ങൾക്കിഷ്ടം? താഴെ കമന്റ് ചെയ്യൂ. രസകരമായ അറിവുകൾക്കും യാത്രകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.